പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേത്തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന വചനസന്ധ്യയിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2 ഞായറാഴ്ചകളും പരിശുദ്ധ സുറിയാനി സഭയുടെ ആരാധന ക്രമീകരണങ്ങളനുസരിച്ച് സഭയുടെ ലിറ്റർജിക്കൽ കലണ്ടറിൻ്റെ ആദ്യ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്ന 2 ഞായറാഴ്ചകളാണ്. കുദശിത്വം മുതൽ ആരംഭിക്കുന്നതായ ഞായറാഴ്ചകളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യേശുതമ്പുരാൻ്റെ ജന്മപെരുന്നാളിലേക്ക് നടത്തുന്നതായ മനോഹരമായ ഒരു തീർത്ഥാടനമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കുദശിത്വ ഞായറാഴ്ചയിലൂടെ നാം ഓരോരുത്തരും വിശുദ്ധി പ്രാപിച്ച്, ഹുദശിത്വ ഞായറാഴ്ചയിലൂടെ പ്രതിഷ്ഠയിലൂടെ ഞാനും നിങ്ങളും പൂർണ്ണമായി യേശുതമ്പുരാൻ്റെ ജന്മപെരുന്നാളിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്രകാരം ലക്ഷ്യം വെച്ച് നീങ്ങുന്നതായ ഒരു ചെറിയ കുടുംബത്തെ ഈ ദിവസം ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റാരുമല്ല, സക്രിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും കുടുംബമാണ്. സക്രിയ പുരോഹിതന് ഉണ്ടായതായ അറിയിപ്പിൻ്റെ ഞായറാഴ്ച ദിവസമാണ് ഈ ദിവസം. പ്രിയമുള്ളവരെ, മനോഹരമായ ഈ തീർത്ഥാടനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിവയാൽ നിറം ചാർത്തപ്പെട്ടതായ ഒരു കൊച്ചു ഭവനമാണ് സക്രിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും. സുവിശേഷ ഭാഗം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: സ്വർഗീയമായ വെളിപാടുകൾ നീതിയുള്ളവരാലും സഹവാസികൾക്കും സഹോദരങ്ങൾക്കും മുമ്പിൽ സമ്പന്നരായി സാക്ഷീകരിക്കുന്നുവെന്ന് സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുമ്പോൾ, ആരാണ് സക്രിയ പുരോഹിതൻ? ആരാണ് എലിസബത്ത്? എന്താണ് ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചത്? വളരെ മനോഹരമായ ഒരു ചോദ്യമാണിത്. എന്നാൽ ആരാണ് സക്രിയ പുരോഹിതൻ? നമുക്കറിയാം, പൗരോഹിത്യ പാരമ്പര്യമുള്ളതായ ഒരു കുടുംബമാണ് സക്രിയ പുരോഹിതൻ്റെ. അതുപോലെ തന്നെ അഹ്റോന്യ ഗോത്രത്തിൻ്റെ പിന്തുടർച്ചയായ അബിയായുടെ ഗോത്രത്തിൽപ്പെട്ടതായ ഒരു മനുഷ്യനായിരുന്നു സക്രിയ പുരോഹിതൻ. അതിനേക്കാൾ ഉപരിയായിട്ട് സക്രിയ പുരോഹിതനെ പറ്റി പഠിക്കുമ്പോൾ, തീർത്ഥാടനത്തിന് വേണ്ടി പാതയൊരുക്കി ദീപങ്ങൾ തെളിയിച്ച് വഴികാട്ടിയായി വഴിയാഹാരമായി ഒരു പുരോഹിതനായി അനുഗ്രഹീതനായ സക്രിയ പുരോഹിതൻ മാറുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എലിസബത്ത് ആരായിരുന്നു? അഹ്റോൻ്റെ വംശത്തിൽപ്പെട്ട ഒരു ബാലികയായിരുന്നു, ഒരു കൊച്ചുമകളായിരുന്നു എലിസബത്ത്. അതിനേക്കാൾ ഉപരിയായി ഉത്തമ മാതൃകയുള്ള ഒരു കുടുംബം നയിച്ചവളായിരുന്നു എലിസബത്ത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഞാൻ ആമുഖ വാക്കുകൾ കൊണ്ട് വിരാമം കുറിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം എല്ലാവരിലും ഭാഗ്യം കടാക്ഷിച്ചതായ ഒരു പുരോഹിതൻ്റെ ജീവിതമാണ് അല്പസമയം നമുക്ക് ധ്യാനിക്കുവാനുള്ളത്. ഇന്നത്തെ ദിവസത്തിൽ എല്ലാ പുരോഹിതന്മാരെക്കാൾ എല്ലാവരേക്കാൾ ഭാഗ്യസിദ്ധിച്ചതായ ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ നിമിഷം അല്പസമയം ഓർക്കുകയാണ്. വിശുദ്ധ ദിവസങ്ങളിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലും യെരുശലേം ദേവാലയത്തിൽ ആരാധന അണയ്ക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളും അനേകം പുരോഹിതരുമെല്ലാം ദൈവാലയത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ചേർന്ന് വന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കും: ദൈവമേ, എൻ്റെ ദൈവമേ, എന്നിൽ കടാക്ഷിക്കണമേ, എന്നോട് ഉത്തരമരുളണമേ എന്ന് കണ്ണുനീരോടും വേദനയോടും കൂടി വലിയൊരു ജനസമൂഹം യെരുശലേം ദേവാലയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അനേകം പുരോഹിതർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്തായിരുന്നു? ആ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു ധൂപം വയ്ക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിക്കണമേ എന്ന്. മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ യെരുശലേം ദേവാലയത്തിൽ വിശുദ്ധ ദിവസങ്ങളിൽ, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കടന്നു വരുന്നതായ പുരോഹിതന്മാർക്ക് എല്ലാവർക്കും ധൂപം വയ്ക്കുവാൻ അനുവാദമില്ല. മറിച്ച് അവിടെ കടന്നു വരുന്നതായ ഒരു പുരോഹിതൻ, നറുക്കിട്ട് വീഴുന്നതായ ഒരു പുരോഹിതന് മാത്രമേ അവിടെ ധൂപം വയ്ക്കുവാൻ അനുവാദമുള്ളൂ. ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് ഓർത്തുപോകുകയാണ്. അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു പുരാതനമായൊരു ദേവാലയമുണ്ട്, അകപ്പറമ്പ് മോർ ഷാബോർ അഫ്രോത്ത് ദേവാലയം. ഒരുപക്ഷെ നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാകാം. ദേവാലയം, ആ ദേവാലയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്നതായ ആ മഹാപെരുന്നാളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് 2 പുരോഹിതർ അവർ ധരിച്ചതായ അതേ വിശുദ്ധമായ വസ്ത്രം അവർ ധരിച്ചതുപോലെ തന്നെ ഒരു ഉറാറ കഴുത്തിൽ ധരിച്ചുകൊണ്ട് ആ ദേവാലയത്തിന് സന്ധ്യ നമസ്കാരം കഴിഞ്ഞു കഴിയുമ്പോൾ മേൽപ്പട്ടക്കാരുടെ നേതൃത്വത്തിൽ സൂത്താറ നമസ്കാരം നടത്തുന്നുണ്ട്. ആ സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ടതായ 2 പുരോഹിതന്മാർ മാത്രം ധൂപം വയ്ക്കുന്നതായ ഒരു സിസ്റ്റമുണ്ട്. ബലഹീനായ അടിയൻ്റെ ജീവിതത്തിൽ, അടിയൻ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ താൻ ഷമ്മാശനായിരിക്കുന്ന കാലം മുതലൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ധൂപം വയ്ക്കുവാൻ ഭാഗ്യം ലഭിക്കുമോ എന്ന്.
പ്രിയമുള്ളവർ, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ദേവാലയത്തിൽ പെരുന്നാളിന് കടന്നു ചെന്നപ്പോൾ അന്ന് ആ ദേവാലയത്തിൻ്റെ കോറപ്പിസ്കോപ്പ് അച്ഛനായിരുന്ന പുരോഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം ധൂപം വയ്ക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാൾ താങ്കളാണെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണത്. പ്രിയമുള്ളവരെ, അന്ന് ധൂപം വെച്ച് ഞാൻ ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് മറ്റാരെയുമല്ല, ഇതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥിച്ച പുരോഹിതന്മാരിൽ ഒരാളാണല്ലോ സക്കറിയ പുരോഹിതനെന്ന് ഞാൻ ഓർത്തു പോകുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം സക്കറിയ പുരോഹിതൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അവൻ്റെ ജീവിതത്തിൽ പ്രായാധിക്യമായി അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടം ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവനൊരു കുഞ്ഞിക്കാല്, ഒരു കുഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് ചുംബിക്കുവാൻ, ഒന്ന് താലോലിക്കുവാൻ ഒരു മകനോ മകളില്ല എന്നുള്ളതായൊരു ഭാരം സക്കറിയാവിനും എലിസബത്തിനും ഏറെ ഭാരത്തിലാഴ്ത്തിയിരുന്നു. വാർദ്ധക്യത്തിലായതായ ഈ മഹാപുരോഹിതൻ സക്കറിയ പുരോഹിതൻ ദൈവാലയത്തിൻ്റെ സന്നദ്ധിയിൽ വന്നു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അന്നത്തെ ദിവസം, വിശേഷപ്പെട്ട ദിവസം, നറുക്കിട്ട് വീണ പുരോഹിതൻ സക്കറിയ പുരോഹിതനാണ്. സക്കറിയ പുരോഹിതൻ സങ്കടത്തോടുകൂടി അവൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് ഈ ധൂപകലശവുമേന്തി വിശുദ്ധ സ്ഥലത്ത് ധൂപം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട്, കേവലം ഒരു പുത്രന് നീ ജന്മം കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഓർത്തു നോക്കണം, എത്രമാത്രം സന്തോഷമായിരിക്കാം ഒരുപക്ഷെ സക്കറിയ പുരോഹിതൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നാൽ ഈ ദിവസം സക്കറിയ പുരോഹിതന് ഭാഗ്യം ലഭിച്ചതായ ദിവസം അതാ വിശുദ്ധ മദ്ബഹായുടെ യെരൂശലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് മറ്റൊരു സംഭവം നടക്കുകയാണ്. സന്തോഷവാർത്ത അല്ലെങ്കിൽ സുവാർത്തയും സംശയത്തിൻ്റെ സംവാദവും തമ്മിലുള്ളതായ ഒരു ഏറ്റുമുട്ടലാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരം പുറത്തു നിൽക്കുന്നതായ വിശ്വാസികളും അതാ അകത്ത് നിൽക്കുന്നതായ ഒരു അവിശ്വാസിയുടെയും ഒരു ജീവിതമാണ് ഈ ഏവെങ്കിലും ഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അവിടെ സുവാർത്തയും സംശയത്തിൻ്റെ സംവാദവും ഏറ്റുമുട്ടുമ്പോൾ സക്കറിയ പുരോഹിതൻ്റെ ജീവിതത്തിൽ അവൻ സംശയത്തോടുകൂടി ചിന്തിക്കുകയാണ്, ഇത്രയും പ്രായമായി എനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞ് ലഭിക്കുന്നത്, ഇത്രയും പ്രായമായി എനിക്കെങ്ങനെയാണ് ഒരു മകനെ ലഭിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സംശയത്തിൻ്റെ രോഗത്തിൽ അവൻ്റെ നാവുകൾ പൂട്ടപ്പെട്ടതായി തീരുന്നു. ദൈവം അവൻ്റെ നാവുകളെ പൂട്ടിയിടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പുരോഹിതന്മാരുടെ ഓർമ്മയിൽ ചൊല്ലുന്നതായി പ്രമേയോസതരായാൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ളതായ നാവുകൾ അടച്ചു പൂട്ടപ്പെട്ടവയായി തീരരുതേ എന്ന് ഓരോ പുരോഹിതന്മാരും അത് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ സക്കറിയ പുരോഹിതൻ്റെ ജീവിതത്തിൽ പൂട്ടപ്പെട്ടതായ ഒരു നാവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ നാവിനെ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് ഭക്തിയും യുക്തിയും തമ്മിലുള്ളതായ ഒരു ഏറ്റുമുട്ടലുകളാണ് നമ്മൾ കാണുന്നത്. അത് സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഇടവകയിലായിക്കൊള്ളട്ടെ, ഇടവതലങ്ങളിലായിക്കൊള്ളട്ടെ, സഭകളിലായിക്കൊള്ളട്ടെ, ഇന്ന് ഭക്തിയും യുക്തിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് എടുത്തു നോക്കുമ്പോൾ ഇന്ന് ഭക്തി എവിടെയാണ്, ഇന്ന് യുക്തി എവിടെയാണ്, നമ്മുടെയൊക്കെ ഭക്തി പോയിരിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയെ സംബന്ധിക്കുന്നുണ്ട്, ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്, ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രസംഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ട് തഴമ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭക്തി എവിടെയാണ്, നമ്മുടെ യുക്തി എവിടെയാണ്? വാത്സല്യമുള്ളവരെ, ആ ഭാഗത്തിൽ ഞാൻ വിരമിക്കുമ്പോൾ, എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ സംശയത്തിന് ലഭിച്ചതായ ഒരു ശിക്ഷയാണ് സക്കറിയ പുരോഹിതൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്. ഇതെല്ലാവർക്കും ഒരു ഓർമ്മയുണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസം ദൈവികമായ ചിന്തയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വിശുദ്ധീകരണത്തെ, അല്ലെങ്കിൽ വിശുദ്ധമായ വചനത്തെ, സുവിശേഷ ഭാഗത്തെ ഒരിക്കലും നാം സംശയിക്കുവാൻ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ ഇടവരുതേ എന്ന് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ മറന്നു പോകാതെ സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഭക്തിയും നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയും ദൈവത്തിങ്കിലേക്കായിരിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, നോമ്പനുഷ്ഠാനങ്ങളിലൂടെ, കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാന അനുഭവങ്ങളിലൂടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ നമുക്ക് സാധിക്കണം. യെരൂശലേം ദേവാലയത്തിൽ കടന്നുപോയതായ ആയിരക്കണക്കിന് ജനങ്ങളെപ്പോലെ ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആ സന്തോഷത്തിൻ്റെ അനുഭവം സ്വീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഓരോ ഞായറാഴ്ച ദിവസവും, ഓരോ മാറാനായ ദിവസവും, ഓരോ വിശേഷപ്പെട്ട ദിവസവും ദേവാലയത്തിലേക്ക് കടന്നു പോകുവാൻ, തിരുശരീരങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.